പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോളർ PLC അതിൻ്റെ നമ്മുടെ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവൻ കയ്യിലിരിക്കുന്നതെന്ന് വെച്ചാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, കരച്ചിലായതുകൊണ്ട് എടുത്തുവെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് PLCയുടെ 4ാമത്തെ വീഡിയോ. 1ാമത്തെ വീഡിയോ നമ്മൾ എന്താണ് PLC എന്ന് പറയുന്നുണ്ടായിരുന്നു. 2ാമത്തെ വീഡിയോയിൽ PLCയുടെ ഹാർഡ് വയറിങ്ങൾ PLC കാണിച്ചുകൊണ്ട് അതിൻ്റെ വയറിങ് ചെയ്ത് കാണിച്ചിരുന്നു. 3ാമത്തെ വീഡിയോയിൽ നമ്മൾ PLCയുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എവിടുന്ന് കിട്ടും എന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിനുള്ളിൽ എങ്ങനെ നമുക്ക് പ്രോഗ്രാം എഴുതാമെന്നാണ്. അതായത് ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ കാണുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും ഡൗട്ട്സും അല്ലെങ്കിൽ ഇതുപോലെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ആയി അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ PLCയിൽ ലാഡർ പ്രോഗ്രാമിങ് ട്രാഫിക് ലൈറ്റിൻ്റെ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ലോജിക്ക് എങ്ങനെ പ്രോഗ്രാമാറ്റിക്കലി ലാഡർ ലോജിക്ക് എഴുതാമെന്നും, അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് ട്രാഫിക് ലൈറ്റ്, അതായത് 1 വേ ട്രാഫിക് ലൈറ്റ്, റെഡ് യെല്ലോ ഗ്രീൻ ലൈറ്റുകൾ ഇങ്ങനെ ഒരു ഡിലേ അനുസരിച്ചിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെയാണ് ഡിസൈനാണ്. അതിപ്പോൾ ട്രാഫിക് ലൈറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളത് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് 3 മോട്ടർ ആവാം. അതായത് ഒരു മോട്ടർ ഒരു 10 സെക്കൻഡിലേക്ക് ഓടുന്നു, അതിനുശേഷം അത് ഓഫായിട്ട് അടുത്ത മോട്ടർ ഓടുന്നു, അതിനുശേഷം 3ാമത്തെ ഓടുന്നു, അങ്ങനെ 3 എണ്ണം. അപ്പോൾ മോട്ടർ ആവാം, മെഷീനുകളാവാം, എന്തെങ്കിലുമൊക്കെ ആവാം. ഇപ്പോൾ കട്ടിങ് മെഷീനുകൾ, അപ്പോൾ ആദ്യത്തെ മെഷീൻ 10 സെക്കൻഡ് ഇത് കട്ട് ചെയ്ത ശേഷം വേറൊരു കട്ടർ വെച്ചിട്ട് അതങ്ങനെ കട്ട് ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. അപ്പം ഒരു ലൈറ്റിൻ്റെ മാത്രം പോകാൻ കാരണം നമ്മൾ ഇതിപ്പം 4 വേ ട്രാഫിക് സിഗ്നലിൻ്റെ ഒക്കെ എഴുതാൻ പറ്റും ഇതേ ബേസിക്സ് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അത് ഒത്തിരി ലെങ്തിയും കോംപ്ലക്സും ആവും. പിന്നെ നമ്മൾ ബേസിക്സ് പഠിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ലൈക്ക് ഇരുന്നിട്ട് കാല് നീട്ടാമെന്ന് പറയുന്നത് ഇരിക്കാം, അതിനുശേഷം നമുക്ക് കാല് നീട്ടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റേ കോംപ്ലക്സ് ആയിട്ട് 4 വേ ലോജിക്കൊക്കെ എഴുതി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു ലോജിക്കിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ലോജിക്ക് നിങ്ങൾക്ക് എഴുതി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിൻ്റെ ലോജിക്ക് നമ്മൾ എഴുതി വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റ് എന്താണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, ഇന്ന ഭാഗം മനസ്സിലായില്ല അല്ലെങ്കിൽ ഇന്ന ഏരിയ മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതും നമ്മൾ ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻ കുറച്ചും കൂടി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം ടൈമർ കൗണ്ടർ അതൊക്കെ സ്പെസിഫിക്കലി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും പറയാം. ഇത് സീരീസ് ഓഫ് വീഡിയോ ആണ്, അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ, ഇത് ഫിസിക്കലി നമ്മൾ PLCയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇത് ഒരു ഫിസിക്കലായിട്ടുള്ള സിസ്റ്റത്തിലും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ അത് അടുത്ത വീഡിയോസിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒറ്റ വീഡിയോയിൽ പറ്റാത്തതുകൊണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു ചെറിയ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് വലിയ വലിയ ഉപകരണങ്ങൾ പോലും ഒരു സിസ്റ്റം വെച്ചിട്ട് വളരെ കുറച്ച് വയറിങ്ങുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് PLCയുടെ ഗുണം. നമ്മൾ ആദ്യത്തെ എപ്പിസോഡ്സ് ഒക്കെ പറയും, 4ാമത്തെ എപ്പിസോഡാണെന്ന് ഓർക്കും. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കഴിഞ്ഞ 3 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലോജിക്ക് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫയൽ എടുത്തിട്ട് നമ്മൾ ലാഡർ ലോജിക്ക്, അപ്പോൾ ഇതിനകത്ത് 3 ഡയഗ്രാമാണ് നമുക്ക് പ്രോഗ്രാം ലോജിക്കിലാണ് എഴുതാൻ പറ്റുക. ഫംഗ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, ലാഡർ ഉണ്ട്, UDF ഡയഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ ലാഡറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാഡറിൻ്റെ പേജ് ഇങ്ങനെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ലാഡറിൻ്റെ ഒരു പ്രത്യേകത ലൈക്ക് ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. മെയ്ക്ക് കോണ്ടാക്ട്, NO കോണ്ടാക്ട്, NC കോണ്ടാക്ട്, അനലോഗ് റിലേ ഔട്ട്പുട്ട്, ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്, അനലോഗ് ഔട്ട്പുട്ട്, നെറ്റ്വർക്ക് ഇൻപുട്ട്, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് ഓൺ ഡിലേ, ഓഫ് ഡിലേ, ഓൺ ഓഫ് ഡിലേ, റിട്ടേൺ ഡി ഓൺ ഡിലേ, വൈപ്പിംഗ് റിലേ, എഡ്ജ് ട്രിഗേർഡ് വൈപ്പിംഗ് റിലേ, അസിൻക്രണസ് പൾസ് ജനറേറ്റർ, റാൻഡം ജനറേറ്റർ, സ്റ്റെയർവേ, ലൈറ്റിംഗ് സ്വിച്ച്, മൾട്ടിപ്പിൾ ഫംഗ്ഷൻ സ്വിച്ച്, വീക്ക്ലി ടൈമർ, അങ്ങനെ കുറേ ഇതുണ്ട്. കൗണ്ടേഴ്സ് തന്നെ അപ്പ് ഡൗൺ കൗണ്ടേഴ്സ്, ഹവേഴ്സ് കൗണ്ടർ, ത്രെഷോൾഡ് ട്രിഗർ, പിന്നെ കമ്പാരറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഗേറ്റ്സ്, ആൻഡ് അങ്ങനത്തെ ഗേറ്റ്സുകളുണ്ട്. പിന്നെ മാത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഡേറ്റ ലോഗ്. അപ്പോൾ ഇതിന് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഈ ഒറ്റ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഈ ഒരു PLC ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ലോജിക്കിന് ഞാൻ ആകെ യൂസ് ചെയ്യാൻ പോകുന്നത് NO കോണ്ടാക്ട്, NC കോണ്ടാക്ട്, നമ്മുടെ റിലേ ഔട്ട്പുട്ട്, ഓൺ ഡിലേ ടൈമർ, ഇത്രയും മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏതൊരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് സ്വിച്ച് ആദ്യം കൊടുക്കാറുണ്ട്. നമ്മളൊരു ഇൻപുട്ട് I1 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്വിച്ച് ആയിട്ട് അതൊരു പുഷ് ബട്ടൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു മാനുവലി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കമൻറ്റ് മനസ്സിലാകാൻ വേണ്ടി സ്റ്റാർട്ട് പുഷ് ബട്ടൺ എന്നും കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്കൊരു സ്റ്റോപ്പ് പുഷ് ഉണ്ട്. ഇത് സിസ്റ്റം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ I2 എടുത്തിട്ട്
ഇൻപുട്ട് 2. ഇതൊക്കെ PLC-യിലെ ഇൻപുട്ടുകളാണ്. അത് ഫിസിക്കലി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് I1 I2 എന്ന് പറയുന്നത്. I2-ന് ഞാൻ സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഒന്നും കൊടുത്തു. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, സ്റ്റോപ്പ് പുഷ് ബട്ടനും സ്റ്റാർട്ട് പുഷ് ബട്ടനും ഒരു വ്യത്യാസമുണ്ട്. ഇത് NO കോൺടാക്ട് ആണെങ്കിൽ ഇത് NC കോൺടാക്ട് ആണ്. അതിന് കാരണം എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് NC രീതിയിലായിരിക്കും. അത് നോർമലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം, അത് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് പോകാൻ പാടുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് ഒരു ഇൻപുട്ട് കിട്ടുന്നുള്ളൂ. ഇത് പക്ഷേ പ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഒരു ഔട്ട്പുട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു ഫിസിക്കൽ ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല, നമുക്കിത് ആവശ്യമില്ലാത്തൊരു ഔട്ട്പുട്ട്. ഇത് നമുക്ക് പ്രോഗ്രാമിങ്ങിന് വേണ്ടി മാത്രം ഒരു സ്റ്റാർട്ടിനെ സ്റ്റോപ്പിനെ നമ്മളൊന്ന് മാപ്പ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അത് മെമ്മറി ബിറ്റ് M1 എന്നാണ് മെമ്മറി ബിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ സ്വിച്ചുകൾ എന്ന് പറയുന്നത് മൊമെന്ററി ആയിരിക്കത്തില്ല, സോറി സ്റ്റാർട്ട് സ്റ്റോപ്പ് ആ പുഷ് ബട്ടൺസ് മൊമെന്ററി പുഷ് ബട്ടൺസ് ആയിരിക്കും, മറ്റേ നോർമൽ ലാച്ചിങ് പുഷ് ബട്ടൺസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അതിനൊരു ലാച്ചിങ് സർക്യൂട്ടും കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ഈ ഔട്ട്പുട്ടിനെ ഒന്ന് ലാച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് M1 ആയിരിക്കും. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ചുമ്മാ വലിച്ചിങ്ങനെ കണക്ട് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലാച്ചിങ് സർക്യൂട്ട് ഇത് ഒറ്റ തവണ നമുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി. സ്റ്റാർട്ട് എപ്പോഴും സ്റ്റാർട്ടിങ്ങിന് കണ്ടിന്യൂസ് വരണമെന്നില്ല. ജസ്റ്റ് ഒരു ട്രിഗർ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ M1 ഓൺ ആവും. പിന്നെ അത് M1 ഓൺ ആയി തന്നെ ഇരിക്കും എപ്പോൾ വരെ, നമ്മൾ ഈ I2 സ്റ്റോപ്പ് പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നിടം വരെ. അപ്പോൾ അതാണ് ഈ ഒരു ലാച്ചിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ലോജിക്കിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ തന്നെ ആദ്യം തന്നെ നമുക്കൊരു ടൈമർ വേണമല്ലോ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ M1 ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ M1 എടുക്കുന്നു. ആ ഇൻപുട്ട് അത് സ്റ്റാർട്ടൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് മെമ്മറിയൊക്കെ ഓൺ ആയി കഴിയുമ്പോൾ നമ്മളൊരു ടൈമർ ഓൺ ഡിലേ ടൈമർ എടുക്കുന്നു. ഇത് ജസ്റ്റ് വലിച്ചിട്ടാൽ മതി, നമുക്ക് വേണ്ട സാധനം ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റിൽ ഇവിടെ ഒരു സ്വിച്ച് കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ടൈമർ റീസെറ്റ് ആണ്. ഇപ്പം ഒരു തവണ ടൈമർ ഓൺ ആയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ള ട്രിഗർ വരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടി വരും. അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഒന്ന് നമ്മൾ സിമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ T1 ഓൺ ആയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ M1 തന്നെ വീണ്ടും നമ്മൾ മെമ്മറി ബിറ്റ് എടുത്തു. M1 ഓക്കെ, M1 എടുത്തു. അതിനുശേഷം T1-ന്റെ NC, അതായത് നമുക്ക് T1 ഓക്കെ, T1-ന്റെ NC, അതായത് T1 ഓഫ് ആയിരിക്കുമ്പോൾ നമുക്കിത് ഓൺ ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ ഇപ്പം മനസ്സിലാക്കി തരാം. ഓക്കെ, റിലേയും കൂടെ കൊടുത്തു. നമ്മൾ ഇത് നമ്മുടെ ഒരു ഫിസിക്കൽ ഔട്ട്പുട്ടാണ്. ഇത് നമുക്ക് ലൈറ്റ് ആവാം, മോട്ടർ ആവാം, എന്തും ആവാം. ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ PLC-യിൽ ഹാർഡ്വെയർ ചെയ്യുന്നത് എന്താണോ അതായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മെമ്മറി ബിറ്റ് കൊടുത്തു. ഈ ടൈമറിൻ്റെ തന്നെ NC ഔട്ട് എടുത്തു. അതായത് ഈ ടൈമർ ഓൺ ആകുമ്പോൾ ഇത് നമുക്ക് ഔട്ട്പുട്ട് തരില്ല, ടൈമർ ഓഫ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് തരും. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഔട്ട്പുട്ട് വേണമല്ലോ, അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് റെഡ് ലൈറ്റ് കത്തണമല്ലോ. അപ്പോൾ ഇത് ഞാൻ റെഡ് ലൈറ്റ് എന്ന് കൊടുക്കുകയാണ്, റെഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെഡ് ലൈറ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഒരു കോണ്ടാക്ട് T1-ന്റെ ഔട്ട്പുട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സീക്വൻസ് ആണല്ലോ, ഒരു ലൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ലൈറ്റ്. അപ്പോൾ ആ T1-ന്റെ NO ഔട്ട്പുട്ട് എടുത്തു. നേരത്തെ നമ്മൾ NC ആയിരുന്നെങ്കിൽ ഇതിന് NO ഔട്ട്പുട്ട് എടുത്തതിന് ശേഷം ഞാൻ അടുത്ത ഓൺ ഡിലേ ടൈമർ ആയത് T2-ലേക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, T2-ലേക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് റെഡ് കത്തിയാൽ ഇനി യെല്ലോ കത്തണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ T1-ൻ്റെയും T1-ൻ്റെ NO-യും അതേസമയം T2 ഓടിക്കൊണ്ടിരിക്കാൻ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണം. അപ്പം T2-ൻ്റെ NC-യും കൂടെ കൊടുത്തിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. ഏതാണ്? യെല്ലോ ലൈറ്റ്. ഓക്കെ, T1 T2 യെല്ലോ ലൈറ്റ് കൊടുത്തു. ഇത് നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതായത് ഒന്നും ഇല്ല സംഭവം. ആദ്യത്തെ T1 ഓണായി, ആ ഓണാകുന്ന നേരം വരെ റെഡ് കത്തി. അതിനുശേഷം ആ റെഡ് കത്തി കഴിയുമ്പോൾ T2 അടുത്ത ടൈമർ ഓണായി, അത് ഓണായി വരുന്നിടം വരെ യെല്ലോ കത്തും. ഓക്കെ, ആ ഒരു സീക്വൻസിലാണ് പോകുന്നത്. അതിനടുത്ത് നമ്മൾ T3-ലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇനി പോകുന്നത് T3-ലേക്കാണ്. T2-ൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇപ്പം T2 വരെ എത്തിക്കുമല്ലോ. അപ്പം നമ്മൾ T2-ൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ടൈമറായ T3-ലേക്കാണ് കൊടുക്കുന്നത്. T3-ലേക്ക് കൊടുക്കുന്നു.
ഓക്കെ, നമ്മുടെ T3 ആയി. ഇനി നമുക്ക് ഇനി കത്തിക്കാനുള്ള ഗ്രീൻ ലൈറ്റ് മാത്രമാണ് അല്ലേ. അപ്പം വീണ്ടും ഇതേ രീതി തന്നെ ഈ ഒരു NO കോണ്ടാക്ട് എടുത്തു, അതായത് നമ്മുടെ T2 എടുത്തു. ഓക്കെ, അതിനുശേഷം ഒരു NC കോണ്ടാക്ട് എടുത്തു, T3, അതായത് T3 ഓടുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് കോയിൽ എടുത്തു. ഇത് നമ്മുടെ ഏത് ലൈറ്റാണ്? ഗ്രീൻ ലൈറ്റ്. ഈ ഒരു സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഒറ്റ ഇതിൻ്റെ. ഇത് ജസ്റ്റ് നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ മുമ്പേ പറഞ്ഞ എന്താണ് കറക്ഷൻസ് ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. PLC വേണമെന്നില്ല, നമ്മൾ ഇത് ലോജിക് ശരിയാണോ എന്ന് അറിയാൻ. ഓക്കെ, ഞാൻ ഓണാക്കി. ഓക്കെ, ഇവിടെ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തെറ്റ് പറ്റിയാലും സിമുലേഷൻ ചെയ്യാൻ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇൻപുട്ട് കൊടുക്കാതെ തന്നെ M1 ഇവിടെ കിടന്ന് മിന്നുന്നുണ്ട്, ലൈക്ക് നമ്മുടെ മെമ്മറി ബിറ്റ് മിന്നുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്തിട്ടില്ല, എന്നിട്ടും ഇത് ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് ഞാനിവിടെ കൊടുത്തപ്പോൾ ഇവിടെ NO കൊടുക്കണമായിരുന്നു, ഞാൻ NC ആണ് കൊടുത്തത്. അതുകൊണ്ടാണിത് പെട്ടെന്ന് നമ്മൾ കൊടുത്തപ്പോൾ വലിച്ചിട്ടപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മാറ്റാം. അപ്പോൾ ഈ കറക്ഷൻ, അതായത് M1ൻ്റെ അവിടെ നമുക്ക് വേണ്ടത് NO ആയിരുന്നു, ലാച്ചിങ് സർക്യൂട്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല. M1. ഓക്കെ, അതിൻ്റെ NO ഔട്ട്പുട്ടാണ്. നമുക്കിത് ഓണായി കഴിയുമ്പോൾ മാത്രം ഇത് മതിയല്ലോ. അതായത് ഒന്ന് M1 ഓണായി കഴിയുമ്പോൾ നമുക്കിത് ഓണായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അല്ല എപ്പോഴും ഓണായിട്ടിരിക്കണം. അപ്പോൾ ഇനി അത് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കട്ടെ, M1 മിന്നുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് പ്രസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ എന്ത് പറ്റി? ഓക്കെ, ഇപ്പോഴും നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു മിസ്റ്റേക്കാണ്. ടൈമർ ഒന്നും ഓടുന്നില്ല. കാരണം മനസ്സിലായോ? നിങ്ങൾക്കിത് കാരണം മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മൾ കറക്റ്റാണ് ലോജിക്ക് എഴുതിയിരിക്കുന്നത് എന്നാണ്, ലൈക്ക് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ഒരു ലൈറ്റ് പോലും കത്താതിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇതൊക്കെയാണ് നമ്മൾ ടൈമർ നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടില്ല. ടൈമർ ക്ലിക്ക് ചെയ്യുക, എത്ര സെക്കൻഡ് ആണെന്ന് കൊടുക്കണം. ഇത് സെക്കൻഡ് ഉണ്ട്, അവേഴ്സ് ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സെക്കൻഡ്സിൽ ഞാൻ 10 സെക്കൻഡ് വെച്ചാണ് കൊടുക്കാൻ പോകുന്നത് എല്ലാ ടൈമറും. ഓക്കെ, T3. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. നമ്മളിങ്ങനെ ലൈക്ക് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ വിട്ടുപോയ മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ. നമ്മൾ എന്തായാലും ഒരു ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇനിയും സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ റെഡ് ലൈറ്റ് കത്തി, നമ്മുടെ ആദ്യത്തെ ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 10 സെക്കൻഡ് റെഡ് കത്തി കിടക്കും. അതിനുശേഷം നമ്മുടെ യെല്ലോ കത്തണം. ഓക്കെ, Q2, അതായത് യെല്ലോ. നമ്മുടെ Q1 റെഡ്, Q2 യെല്ലോ, Q3 ആണ് എന്ത് പറയുന്നത് ഗ്രീന്. Q2 കത്തി, അതായത് ഇപ്പോൾ യെല്ലോ ലൈറ്റ് കത്തി കിടക്കുകയാണ്. പതുക്കെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ഗ്രീനും കത്തി. അതായത് ഇപ്പം വണ്ടിക്ക് പോകാനുള്ള സമയമാണ്. ഇപ്പോൾ 10 സെക്കൻഡാണ് നമ്മൾ 3 നടത്ത് കൊടുത്തുകൊണ്ടാണ് 10 സെക്കൻഡ് ടൈം കൊടുക്കുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കേട്ടോ, ഒറ്റ റൗണ്ട് ഒറ്റ സീക്വൻസ് കഴിഞ്ഞപ്പോൾ ഇത് ഓഫായി. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലല്ലോ, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതായത് ആദ്യത്തെ ടൈമർ നമ്മൾ കൊടുത്തത് ഓട്ടോമാറ്റിക്കലി ഗ്രീൻ കത്തി കഴിയുമ്പോൾ റീസെറ്റ് ആയി വീണ്ടും ചുമല കത്തണം. ആ ഒരു സീക്വൻസ് ഫോളോ ചെയ്യണമല്ലോ. അതാണല്ലോ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിന്റെ പർപ്പസും അത് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവിടെ നമ്മളൊരു ബിറ്റ് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നീട്. നമുക്ക് അറിയാം Q3 ഓൺ ആയി കഴിയുമ്പോൾ വലിച്ചിട്ട് കഴിഞ്ഞാൽ Q3 ഓൺ ആയി കഴിയുമ്പോൾ ഈ T3യുടെ ഔട്ട്പുട്ട് കൂടെ ഞാൻ അങ്ങ് എടുക്കുക. അതായത് നമുക്ക് ലാസ്റ്റ് ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ വേണമല്ലോ. അതായത് ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവണം. അത് ഞാനൊരു വേറൊരു ഔട്ട്പുട്ട്, അതായത് വേറൊരു മെമ്മറി ബിറ്റ്, നമുക്കിത് പ്രോഗ്രാമിന് വേണ്ടി മാത്രം വേണ്ട ബിറ്റാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ M2 കൊടുക്കാൻ പോകുന്നത്. M2. ഓക്കെ, M2 കൊടുത്തു. ഇനി ഈ M2 ഈ ഒരു ഔട്ട്പുട്ട്, അതായത് മൊത്തം സീക്വൻസ് കഴിഞ്ഞു എന്ന് എനിക്കത് മനസ്സിലാക്കണമല്ലോ പ്രോഗ്രാമിൽ. ഇതോ ലൈക്ക് എന്താണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിച്ചാണ് ഇത് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ M2 അതായത് മൊത്തം സീക്വൻസും കഴിഞ്ഞു, അതായത് ഗ്രീൻ ലൈറ്റ് വരെ കത്തി എന്ന് കാണിക്കാൻ വേണ്ടി ഗ്രീൻ ലൈറ്റ് കത്തി കഴിയുമ്പോൾ T3 ഓൺ ആയി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. അത് വെച്ചിട്ട് ഞാനൊരു ബിറ്റ് ഓൺ ആക്കി ആ ബിറ്റ് എടുത്തുകൊണ്ട് പോയി ഞാൻ ഇവിടെ T1ന് കൊടുക്കാൻ പോവുകയാണ്. അത് ടൈമറിന് കൊടുത്തിടത്തത് ഇത് ഞാൻ
ഡിലീറ്റ് ചെയ്തിട്ട് NC കോണ്ടാക്ട് എടുത്ത് ഇവിടെ കൊടുത്തു M2 നമ്മുടെ M2 എടുത്ത് MTയുടെ MC അതായത് MT ഇടയ്ക്ക് ഇത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവണം. അതാണ് നമ്മുടെ പർപ്പസ്. മനസ്സിലായോ? ഇനി നമുക്കൊന്ന് ലോജിക്ക് അല്ലെങ്കിൽ ഇത്ര ഈ ഒറ്റ കാര്യം ചെയ്തു ഒരു റങ് ആഡ് ചെയ്ത് ഈ ഔട്ട്പുട്ടിന് ഞാനൊരു മെമ്മറി ബിറ്റ് എടുത്ത് മെമ്മറി ബിറ്റ് ഞാൻ ഇവിടെ ആദ്യത്തെ ടൈമറിന് റീസെറ്റ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഇതായിട്ട്. അപ്പോൾ ഞാൻ ഇനി സിമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓൾറെഡി ഇൻപുട്ട് 1 ഓൺ ആണ്, നമ്മുടെ Q1 ഓൺ ആണ്, M2 കൂടെ വന്നു നമുക്കിവിടെ സിമുലേഷനിൽ. Q1 ഓൺ ആണ്. ഓക്കെ, 10 സെക്കൻഡ് കഴിയും, Q2 ഓൺ ആയി. അടുത്ത 10 സെക്കൻഡ് ഇത് ഓടിക്കൊണ്ടിരിക്കും. അതായത് യെല്ലോ കത്തി, ഇനി 10 സെക്കൻഡ് ഗ്രീൻ കത്തണം. ഗ്രീൻ കത്തി, ഇനി 10 സെക്കൻഡ് ഗ്രീൻ കത്തിയിരിക്കണം. ഈ സെക്കൻഡ്സ് നമുക്ക് മാറ്റാം നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ 10 സെക്കൻഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു തന്നേ ഉള്ളൂ. ഓക്കെ, 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെഡ് കത്തി. അപ്പോൾ ഇതിന് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മൾ എത്ര നേരം ഇത് ഓൺ ആക്കിയിടുന്നോ അത്രയും നേരം ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. നമുക്ക് ഈ സിസ്റ്റം ഓഫ് ആക്കണമെങ്കിൽ ഈ I2 പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്താലും നമ്മുടെ സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ ലാച്ചിങ് സർക്യൂട്ട് എന്ന് പറയാൻ കാര്യം. കേട്ടോ, അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് വിട്ടു കണ്ടോ, സ്റ്റാർട്ട് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ സിസ്റ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ M1 ഓൺ ആക്കി M1 ലാച്ച് ചെയ്ത്. അത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സപ്ലൈ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വരിക. അപ്പോൾ ഈ ഒരു ലൈനിൽ നമുക്കൊരു ബ്രേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്വിച്ച് ഈ സ്വിച്ച് ഒന്ന് ഓപ്പൺ ആവണം അല്ലേ? നമുക്ക് ലോജിക്കലി മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ I2 പ്രസ് ചെയ്യുവാണെങ്കിൽ I2 അതായത് നമ്മൾ സ്റ്റോപ്പ് പുഷ് ബട്ടൺ പ്രസ് ചെയ്തു, നമ്മുടെ സിസ്റ്റം എല്ലാം ഓഫായി. ഓക്കെ, ഇപ്പം ഇനി നമുക്ക് സിസ്റ്റം ഓഫായി. വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് പ്രസ് ചെയ്തു, നമ്മുടെ സിസ്റ്റം ഓൺ ആയി. ഓക്കെ, ഇത് ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ട്രാഫിക് ലൈറ്റിന് പകരം മോട്ടറുകളാവാം, പമ്പുകളാവാം, വേറെ എന്താ പറയുക സൗണ്ട് ബസ്സേഴ്സ് ആവാം. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പല സൗണ്ടുകൾ ഇങ്ങനെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ണി രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് നമുക്ക് 3 ലൈറ്റ് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ 3 സൗണ്ടുകൾ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ കേൾക്കാം. പല സൗണ്ടുകൾ. ആദ്യം 10 സെക്കൻഡ് ഒരു സൗണ്ട് കേൾക്കുന്നു, പിന്നെ തന്നെ വേറെ സൗണ്ട് കേൾക്കുന്നു, പിന്നെ ഒരു സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ലോജിക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഈ സിസ്റ്റം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റായിട്ട് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് പ്രസ് ചെയ്തു, പുഷ് ബട്ടൺ, സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്, M1 എന്ന ബിറ്റ് ഓൺ ആക്കി. ആ ബിറ്റ് നമ്മളിവിടെ കൊടുത്തു. ഈ M2 നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നത് അതായത് നമുക്ക് ഈ ടൈമർ ഈ ഒരു പ്രോസസ്സ് ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് നമ്മൾ M2 കൊടുത്തത്. അത് ടൈമറിലേക്കാണ് കൊടുത്തത്, 10 സെക്കൻഡ് ടൈമർ. അപ്പോൾ എന്താ സംഭവിക്കുക, M1 ഓൺ ആയി കഴിയുന്ന ഉടനെ തന്നെ M2 ഓഫ് ആണെങ്കിൽ നമ്മൾ ടൈമർ ഓടിക്കൊണ്ടേയിരിക്കും. ആ ടൈമർ ഓടുന്ന അത്രയും നേരം, അത് ടൈമർ ഓടുന്നത്, അതായത് ടൈമറിന് ഞാൻ NC ആണ് എടുത്തത്. എന്നെ എടുത്തിരുന്ന ടൈമർ ഓൺ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇവിടെ ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ടാണ് എടുത്തത്. അതെടുത്തിട്ട് Q1 കൊടുത്തു, ആ റെഡ് ലൈറ്റ് കത്തും. ആ റെഡ് ലൈറ്റ് കത്തി കഴിയുമ്പോൾ എന്താ പറയുക, അതായത് ആ ടൈമർ റെഡ് ലൈറ്റിന്റെ കത്തി, അതായത് റെഡ് ലൈറ്റ് 10 സെക്കൻഡ് ഓടി കഴിയുമ്പോൾ ആ ടൈമറിന്റെ ഇതെടുത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ട് വേറെ ടൈമറിലേക്ക് കൊടുത്തു. ഈ ടൈമറിന്റെ ഇൻപുട്ടായിട്ട് ഈ ടൈമറിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ ഈ ടൈമറിന്റെ ഇൻപുട്ടായിട്ട് കൊടുത്തു. അപ്പോൾ ആ T1 ഓൺ ആയി കഴിയുമ്പോൾ T2 ഓൺ ആകും. അപ്പോൾ T2 ഓൺ ആയി കിടക്കുന്ന അത്രയും നേരം, അതായത് T2ന്റെ ഈ ഡ്യൂറേഷൻ 10 സെക്കൻഡ് ഓടുന്ന നേരം നമുക്ക് യെല്ലോ ലൈറ്റ് കിട്ടും. യെല്ലോ ലൈറ്റ് ആയി T2 കംപ്ലീറ്റ്ലി ഓടി 10 സെക്കൻഡ് ആയി കഴിയുമ്പോൾ നമ്മൾ T3 ഓടാൻ തുടങ്ങും. ആ T3 ഓടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തും. ഇത് ഓരോന്ന് കത്തുമ്പോൾ മറ്റേ ലൈറ്റ് ഓഫ് ആയിരിക്കും. അതായത് ഫീഡ്ബാക്ക് പോലെ T3, അതായത് T3 കത്തുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് യെല്ലോ ലൈറ്റ് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ T3യുടെ ഔട്ട്പുട്ട് എടുത്ത് ലൈക്ക് T2ന്റെ ഓൺ ഔട്ട്പുട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തത്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഒരു സൈക്കിൾ ആവാൻ വേണ്ടി ഞാനിത് M2ലേക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ ഒരു ട്രാഫിക് സിസ്റ്റത്തിന്റെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷനുകളോ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസോ പർട്ടിക്കുലർ ലോജിക്കോ ഇതിൽ എഴുതി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ തന്നെയാണ് നമ്മുടെ എന്നുള്ള പ്രചോദനം. അപ്പം അത് തന്നെയാണ് 4ാമത്തെ വീഡിയോയിൽ ഇത് എത്തി നിൽക്കുന്നതും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തും കൂടെ നോക്കുക. ഇത് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സിസ്റ്റം മാത്രം മതി, PLC ഒന്നും വേണ്ട. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, കഴിഞ്ഞ എപ്പിസോഡ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ നല്ലൊരു രസവും കൂടെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ട്രൈയും ചെയ്യണം. ഇന്നത്തെ വീഡിയോ മൊത്തം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ട് ലൈക്ക് ബേസിക്സ് ആയിട്ടുള്ള നല്ല ഐഡിയാസ് ലഭിച്ചു എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും കഷ്ടപ്പാടും ഒക്കെ അതിനുവേണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു.